إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم فمن يطع الله ورسوله فقد فاز فوزا عظيما يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ പടച്ച തമ്പുരാന് പൂർണ്ണമായും കീഴൊതുങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1929 അമേരിക്കയിലെ ഒരു വലിയ കുത്തക മുതലാളിയായിരുന്ന ജോർജ് വാഷിങ്ടൺ ബിൽ എന്നു പേരുള്ളൊരു വ്യക്തി, അദ്ദേഹം തൻ്റെ പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ആലോചിക്കുകയാണ്. പുതിയ ഒരു രൂപത്തിൽ തൻ്റെ പുതിയ ഒരു ഉൽപ്പന്നം, പുകയിലയുമായി ബന്ധപ്പെട്ട തൻ്റെ ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഇറക്കണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അതിനുവേണ്ടി പുതിയ ചില പദ്ധതികൾ അദ്ദേഹം ആലോചിച്ചു വന്നു. ഇത് ആദ്യമായി ഇറക്കുന്നത് കൊണ്ട് തന്നെ ആളുകളെ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള, അന്ന് അമേരിക്കയിൽ 1930കളിൽ PR വർക്കുകളിൽ അല്ലെങ്കിൽ പബ്ലിസിറ്റി പ്രൊമോഷൻ വർക്കുകളിലൊക്കെ അഗ്രഗണ്യനായിരുന്ന ഒരു വ്യക്തിയെ സമീപിക്കുകയാണ്. എഡ്വാർഡ് ബെർണൈസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഏകദേശം അന്നത്തെ കാലത്തെ $25,000 കൊടുത്തുകൊണ്ട് തൻ്റെ ഏറ്റവും പുതിയ പുകയില ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു കരാറിലെത്തുകയാണ്. അങ്ങനെ ഈ എഡ്വാർഡ് ബെർണൈസ് എന്ന വ്യക്തി ജോർജ് വാഷിങ്ടൺ ബില്ലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ട പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ ചില പദ്ധതികൾ, ഒന്നാമതായി ഇദ്ദേഹം ആലോചിച്ചത്, ഇന്ന് അമേരിക്കയിൽ ഈ ഒരു സമയത്ത് പുകയില അത്രയധികം ആളുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യമായി ഇവർക്കിടയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പുകയില ഉൽപ്പന്നം അത് ഏറ്റവും സുതാര്യമായി കിട്ടാനുള്ള മാർഗങ്ങളും മറ്റൊക്കെ അവർക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ആവിഷ്കരിച്ച ഒന്നാമത്തെ പദ്ധതി മധുരം അത് ഭയങ്കര പ്രശ്നമാണ് എന്നൊരു ക്യാമ്പയിനായിരുന്നു. മധുരം അത് എല്ലാവരും ഉപയോഗിച്ചു വന്നിരുന്നൊരു സംഗതിയായിരുന്നു. എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും കുറച്ചധികം മധുരം ഉപയോഗിക്കുന്ന ചായകളിലും മറ്റുമൊക്കെ അവരുടെ പാനീയങ്ങളിലും ഭക്ഷണങ്ങളിലുമൊക്കെ മധുരം അമിതമായി ഉപയോഗിച്ചിരുന്ന അവസ്ഥയായിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഇദ്ദേഹം മധുരം ഒരു ക്യാമ്പയിൻ ടൂളായിക്കൊണ്ട് ഉപയോഗിക്കുകയാണ്. മധുരം നിങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കണം,
മധുരം കൊണ്ട് ഒരുപാടധികം ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എന്ന രൂപത്തിൽ ഇദ്ദേഹം ഒരു ക്യാമ്പയിൻ ആവിഷ്കരിക്കുകയും മധുരത്തിന് പകരം നിങ്ങളെല്ലാവരും ഒരു സിഗരറ്റ് വലിക്കൂ, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഒരുപാട് ആരോഗ്യകരമായ പല ബെനിഫിറ്റുകളുമുണ്ട്, പല നേട്ടങ്ങളുമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇങ്ങനെ പല അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ നാട്ടുകാർ കാണുന്ന രൂപത്തിലുള്ള പല ചുമരുകളിലുമൊക്കെ ഈ മധുരം ഉപേക്ഷിക്കൂ, നിങ്ങളെല്ലാവരും പുകയില ഉൽപ്പന്നം വാങ്ങൂ എന്ന പേരിൽ റീച്ച് ഫോർ എ ലക്കി ഇൻസ്റ്റെഡ് ഓഫ് എ സ്വീറ്റ് എന്ന പേരിൽ അദ്ദേഹം ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ആളുകൾ പതിയെ പതിയെ മധുരം ഉപേക്ഷിച്ച് തുടങ്ങി. കാരണം മധുരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധുരം പതിയെ പതിയെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും സിഗരറ്റ് ഒന്ന് വലിച്ചു നോക്കാമെന്ന് കരുതി പലപ്പോഴും ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഈ ഒരു ക്യാമ്പയിൻ തീരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തൻ്റെ പ്രൊഡക്റ്റിൽ 12% വർധന ഉണ്ടാക്കാൻ സാധിച്ചു. ലക്കി എന്നായിരുന്നു ആ സിഗരറ്റിൻ്റെ പേര്. അങ്ങനെ ആ ലക്കി എന്ന സിഗരറ്റ് ഈ ചെറിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ 12% അധികം ആളുകളിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹം അവിടെ അവസാനിപ്പിച്ചില്ല. രണ്ടാമതായി ഇദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതി, അന്ന് അമേരിക്കയിൽ നിലനിന്നിരുന്ന സ്ത്രീകൾക്കിടയിൽ ഭയങ്കരമായ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു രണ്ടാമത് അദ്ദേഹം നടത്തിയത്. സ്ത്രീകൾ ഭയങ്കരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയരാണ്, അവർക്ക് തീരെ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് പുതിയ ക്യാമ്പയിൻ ആരംഭിക്കുകയും ഇപ്പോൾ സ്ത്രീകളെ സ്വയം ആലോചിച്ച് നോക്കുകയാണ്, അതെ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല, ഈ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്നത്, നിങ്ങളെല്ലാവരും സ്ത്രീകളെല്ലാവരും ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കണം. അതിനായി ഒരു പ്രത്യേക ഡേറ്റൊക്കെ കണ്ട് ഒരു ഈസ്റ്റർ ദിവസം എല്ലാ സ്ത്രീകളും പരേഡായിട്ടൊക്കെ വന്ന് അത് സോഷ്യൽ മീഡിയയിലും അന്നുള്ള റേഡിയോകളിലുമൊക്കെ സജീവ ചർച്ചാ വിഷയമാവുകയാണ്. സ്ത്രീകളൊക്കെ ഒരു സിഗരറ്റ് കുറ്റി വലിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുന്ന ഒരു രൂപം അന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഈ 2 സ്ട്രാറ്റജികളിലൂടെ 2 തന്ത്രങ്ങളിലൂടെ ഈ വ്യക്തി ചെയ്തത്, ഈ രണ്ടാമത്തെ തന്ത്രത്തിൽ ഇദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റിന് ഇദ്ദേഹത്തിന് 33% ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യം 12 ആണെങ്കിൽ ഈ സ്ത്രീകൾ നേരിട്ട് ഇടപെട്ടപ്പോൾ, നമുക്കറിയാം സ്ത്രീകൾ അന്നൊന്നും ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളായിരുന്നു, പുരുഷന്മാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ സ്ത്രീകളിലേക്ക് കൂടി ഈ സംഗതി എത്തിയപ്പോൾ ഇതിന് വലിയ രൂപത്തിലുള്ള മാറ്റം ഉണ്ടാക്കുകയും 33% ലാഭം ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഞാനൊരു ചരിത്രം പറഞ്ഞതിൻ്റെ കാരണം, നമ്മളിലേക്ക് പല പ്രൊഡക്റ്റുകളും പല ചിന്താഗതികളും പല നമ്മൾ പോലും അറിയാത്ത രൂപത്തിലുള്ള നമ്മുടെ ചില കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടായി വരുന്നത് ഈ രൂപത്തിലാണ്. മറ്റു പലർക്കുമുള്ള എന്തെല്ലാമോ ചില അജണ്ടകൾ, അത് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും അവരുടെ ലാഭങ്ങൾക്കുമൊക്കെ വേണ്ടി അവർ നെയ്തുണ്ടാക്കുന്ന ചില തന്ത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. സിഗരറ്റ് എന്നത് ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയായിരുന്നു അന്നൊക്കെ. അത് വളരെ സുതാര്യമായി അവർക്ക് കിട്ടാനും ലഭിക്കാനും അത് ഉപയോഗിക്കാനും അതിൻ്റെ ഭാഗമാവാനും അത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാവാനൊക്കെ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അന്നത്തെ ജനവിഭാഗങ്ങളെല്ലാം മാറിയതിൻ്റെ ഒരു ഉപോത്ബലകമായി സംഭവിച്ചതാണ്. ഇതുപോലെ നമ്മളിലേക്കും പല രൂപത്തിലുള്ള പല പ്രൊഡക്റ്റുകളും പല ചിന്തകളും സന്നിവേശിപ്പിക്കാനായി പലരും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ അജണ്ടകളിൽ, ആരെല്ലാമോ ഉണ്ടാക്കുന്ന ചില നിശ്ചിതമായ ചില താല്പര്യങ്ങളിൽ നമ്മളൊക്കെ വീണു പോകുന്ന, നമ്മുടെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് പോലും സംഭവിച്ചു പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇസ്ലാം എന്തോ സ്ത്രീകൾക്ക് തീരെ അവകാശം കൊടുക്കാത്ത, സ്ത്രീകളെ അടിച്ചമർത്തുന്ന, അവർക്ക് സ്വാതന്ത്ര്യം നൽകാത്ത ഒരു സമ്പ്രദായമാണ് ഇസ്ലാമിലുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നരേഷൻ ബോധവും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം പർദ്ദ എന്നത് സ്ത്രീകൾ ധരിക്കുന്ന, അവർക്ക് ഏറ്റവും കംഫർട്ടബിളായി മുസ്ലിം സ്ത്രീകൾ തന്നെ ധരിക്കാറുള്ള പർദ്ദയെ ഒരു മോശം വസ്ത്രമായി ചിത്രീകരിക്കാനുള്ള ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുണ്ട്. എന്നാൽ ഇന്നും അതിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇസ്ലാം പറയുന്ന വസ്ത്രധാരണം എല്ലാം പ്രാകൃതമാണ്, അത് 6-ാം നൂറ്റാണ്ടിൻ്റെ വസ്ത്രമാണ്, അതൊന്നും ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, 4 ആളുടെ മുമ്പിൽ കാണിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ചില പുതിയ ക്യാമ്പയിനുകൾ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയാവട്ടെ, അവരുടെ വേഷമാവട്ടെ, നിഖാബാവട്ടെ, ഇതെല്ലാം തീവ്രതയുടെ മുഖം കൊടുത്തുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ജോലിക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല, അവരടിച്ചമർത്തുകയാണ്, അവർക്കൊന്നിനും സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവർക്ക് തുല്യതയില്ല, അനന്തരാവകാശമില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആരോപണങ്ങളും പല സമയങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലപ്പോഴും പുരുഷാധിപത്യമാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്, ഇസ്ലാം ഒരു പുരുഷ മേൽക്കോയ്മയുള്ള ഒരു മതമാണ് എന്നെല്ലാം പറഞ്ഞു തീർക്കാനുള്ള ചില ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിന് സഹായകമാവുന്നത് ഒരുപക്ഷെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കണ്ടുവരുന്ന ഒരുപക്ഷെ അവരുടെ ഹോസ്റ്റൽ റൂമുകളിൽ, അവരുടെ ക്യാമ്പസുകളിൽ അവർ ചർച്ച ചെയ്യുന്ന പല ചർച്ചകളും പല സംസാരങ്ങളും പല വാഗ്വാദങ്ങളും
ഇനി ക്യാമ്പസിലേക്കൊന്നും പോകണ്ട, നമ്മുടെയൊക്കെ ചായക്കടകളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും ഇന്ന് ഇത്തരം ഗഹനമേറിയ ചില വിഷയങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കാണുന്ന റീലുകളാവട്ടെ, ഷോർട്ട് വീഡിയോകളാവട്ടെ, വോയിസ് ക്ലിപ്പുകളാവട്ടെ, പല ഇൻ്റർവ്യൂകളാവട്ടെ, ചാനൽ ചർച്ചകളാവട്ടെ, പല ക്ലിപ്പുകളാവട്ടെ, ഇതെല്ലാം ഇത്തരം ചില ആശയങ്ങളെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമികമായ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുമ്പോൾ 4 രൂപത്തിലാണ് ആളുകൾ ചിന്തിക്കാറുള്ളത്. ഒന്ന്, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണോ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം. യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്ന ആളുകൾ. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ വിഭാഗത്തെ നാം പരിചയപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിയാം. എന്താണ് ഇസ്ലാം വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, എന്താണ് അതിൻ്റെ വിധിവിലക്കുകൾ എന്ന് അറിയാം. പക്ഷേ അതറിഞ്ഞിട്ട് പോലും അതിലെ പൂർണ്ണമായിട്ടൊന്നും പാലിക്കാൻ തയ്യാറാവാത്ത, അതിൽ കുറച്ചൊക്കെ ഉണ്ടാവും കുറച്ചൊന്നുമില്ല എന്ന് പറയുന്ന, അതൊക്കെ എന്തൊരു തീവ്രതയുടെ ഭാഗമാണ് മുഴുവൻ പാലിക്കുക എന്നാൽ എന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു വിഭാഗത്തെ കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും അറിയാത്ത ആളുകളാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമൊന്നുമല്ല, ഞാൻ ഒരു മുസ്ലിമായി ജനിച്ചു, ഇനി മുസ്ലിമായിട്ട് തന്നെ മരിച്ചു പോവാം എന്ന് പറയുന്ന, മതത്തെ പഠിക്കാത്ത അറിയാത്ത ആളുകളാണ് മൂന്നാമത്തെ ഒരു വിഭാഗം. നാലാമത്തെ ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ടാക്കിയെടുക്കുന്ന ഇത്തരം ചില അജണ്ടകളെ, ഫെമിനിസ്റ്റുകളും യുക്തിവാദികളും ലിബറലുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം അജണ്ടകളെ കുത്തിക്കൊടുക്കുന്ന, അതിൻ്റെ വക്താവായി സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നാലാമത്തെ ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വേഷം, ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം എന്ന വിഷയം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ, ഇസ്ലാം എന്താണോ വസ്ത്രധാരണത്തിൻ്റെ വിധിവിലക്കുകളായി മുന്നോട്ട് വയ്ക്കുന്നത് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുന്ന ആളുകൾ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുക്കിളിനും അവരുടെ മുട്ടിനുമിടയിലുള്ള ഭാഗമെല്ലാം ഔറത്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ. അത് പൂർണ്ണമായും മറയ്ക്കണമെന്നുള്ള കൽപ്പനയുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും മറച്ച് ഇസ്ലാമിക വസ്ത്രധാരണം, അതൊരു ഫുട്ബോൾ ടർഫിൽ പോകുമ്പോൾ പോലും പാലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ യഥാർത്ഥ മുസ്ലിങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഇനി സ്ത്രീകളുടെ വേഷമെടുത്താൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറയ്ക്കാൻ നിർബന്ധിതരാണ് അവർ. ഇതറിഞ്ഞ് പാലിക്കുന്ന, അത് ഏത് കല്യാണത്തിൻ്റെ അവസരമാവട്ടെ, ഏത് ഫംഗ്ഷൻ ആവട്ടെ, അവിടേക്ക് ഒരുപോലെ പാലിക്കുന്ന ഈ യഥാർത്ഥ മുസ്ലിമുകൾ നമുക്ക് ഒന്നാമതായി കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകൾ ഈ വസ്ത്രത്തിൻ്റെ വിഷയം എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയും, അവർക്ക് ഇതൊക്കെ അറിയാം, എന്താണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിൻ്റെ രീതി എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. പക്ഷേ അത്തരം ആളുകൾ പലപ്പോഴും ഇസ്ലാമിക വസ്ത്രധാരണത്തെ ഉൾക്കൊള്ളാൻ എന്തോ ചില മടി. അതിപ്പോൾ ഒരു മുക്കാക്കൈ കെട്ടാൽ പോലെ എന്താ ഇപ്പോൾ പ്രശ്നം വരുന്നത്? ഫുള്ള് ഇപ്പോൾ നമ്മളിങ്ങനെ പിന്നെ മുഖവും മുൻകൈയൊക്കെ ബാക്കിയൊക്കെ മറയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടുതൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കുക, അപ്പോൾ ഞാനും ഈ കൂട്ടത്തിലൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു വിഭാഗത്തെ നമുക്ക് കാണാം. ഈ മൂന്നാമത്തെ കൂട്ടം ആളുകളാണല്ലോ, അവർക്കിതൊന്നും അറിയില്ല. എങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആദർശമെന്നോ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ എവിടെയാണെന്നോ അതിൻ്റെ ഒരു ഭാവിയോ ഒന്നും അറിയാത്ത രൂപത്തിൽ അവർ തങ്ങളുടേതായ ഇഷ്ടത്തിൽ എല്ലാവരും എങ്ങനെയാണ് ഞാനും അങ്ങനെ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. ഇനി നാലാമത്തെ ഒരു കൂട്ടം ആളുകളോ, വളരെ ബോധപൂർവം മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ ഫെമിനിസത്തിനും ഈ ലിബറലിസത്തിനും ഒക്കെ അടിമയായിക്കൊണ്ട് തങ്ങളുടെ വസ്ത്രധാരണം തങ്ങൾ തീരുമാനിക്കും. എൻ്റെ സ്വാതന്ത്ര്യമാണ്, എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് അത് മറ്റാരും എന്നോട് പറയേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന നാലാമത്തെ ഒരു കൂട്ടം ആളുകളെയും കാണാൻ സാധിക്കും. നാം ആലോചിച്ച് നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വസ്ത്രധാരണം എന്ന വിഷയം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, വസ്ത്രം എന്നാൽ മനുഷ്യന് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. വസ്ത്രം, ലിബാസ് എന്നത് ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ ഓരോരോ അനുഗ്രഹങ്ങളും അത് എങ്ങനെ വിനിയോഗിക്കണമെന്നും അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വസ്ത്രം അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്താണ് ഇതിൻ്റെ പരിധിയെന്നും എന്താണ് ഇതിൻ്റെ അതിരും അരുതുകളും ഒക്കെ എവിടെയാണെന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഓതി വെച്ച ആയത്ത്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ യുവാരി സൗആതികും വരീശ വലിബാസു തഖ്വ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് വസ്ത്രം നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത, നിങ്ങളുടെ നാണം അത് മറയ്ക്കുവാൻ വേണ്ടിയാണ് ഒന്നാമതായി വസ്ത്രം അവതരിപ്പിച്ചത്. 2, വരീശ, നിങ്ങൾക്ക് അലങ്കാരത്തിന് വേണ്ടിയാണ് വസ്ത്രം അവതരിപ്പിച്ചത്. വലിബാസു തഖ്വ ദാലിക ഖൈറുൻ, നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ ഏറ്റവും നന്മയുള്ള വസ്ത്രം എന്നത് അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് സൂക്ഷ്മതയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. വസ്ത്രത്തിന് 2 ലക്ഷ്യമാണ് ഇവിടെ ഈ ഒരു ആയത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു ക്രമം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ക്രമം അത് യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടിയാണ്. നാണം മറയ്ക്കാനാണ് വസ്ത്രം. ഇത് ചിന്തിക്കാതെ പലപ്പോഴും ഇസ്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നൊന്നും ആലോചിക്കാതെ പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ആളുകൾ ഇസ്ലാമിക വസ്ത്രധാരണത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ പറ്റി തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ നാണം മറയ്ക്കുക, നഗ്നത മറയ്ക്കുക എന്നാണ് ലക്ഷ്യം. വരീശ, അത് നിങ്ങൾക്ക് അലങ്കാരമായിക്കൊണ്ട് കൂടിയാണ് വസ്ത്രമുള്ളത്. ഇത് നേരെ തിരിച്ചാണ്.
വസ്ത്രം ഏറ്റവും അലങ്കാരമായി പുതിയ മോടിയോടുകൂടി എല്ലാവരെയും കാണിക്കാൻ പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോയി. എന്നാൽ നാണം മറയ്ക്കുക എന്ന കർത്തവ്യം അത് പലപ്പോഴും മറന്നു പോകുന്ന, അത് മാത്രം വിസ്മരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, ശരീരത്തിന് യഥാർത്ഥത്തിൽ സംരക്ഷണമാണ് വസ്ത്രം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും മറയ്ക്കുക എന്നത് അവൾക്ക് ലഭിക്കുന്ന ഒരു കംഫേർട്ട് മറ്റൊന്നിനും ലഭിക്കാൻ കഴിയില്ല, മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈയിടെ കേട്ടൊരു ഉദാഹരണം, ഒരു സംഭവം. പിന്നെ ഒരു പുതിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ജോലി ആവശ്യാർത്ഥം ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ പൂർണ്ണമായ ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ ആ ജോലി ആവശ്യാർത്ഥം ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി പോകുന്ന ആ സ്ത്രീ അവിടെ പിന്നെ ഈ ഒരു വസ്ത്രധാരണം ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഈ സ്ത്രീയോട് ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായി ചോദിക്കുകയാണ്, കുറച്ചുകൂടി മാന്യമായൊരു വസ്ത്രം ധരിച്ചൂടെ? ഈ ഒരു വസ്ത്രമാണോ ധരിക്കുക? ഒരു പർദ്ദയും പിന്നെ മുഖമക്കനെയൊക്കെ കണ്ടിട്ട് ചോദിക്കുകയാണ്, കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിച്ചൂടെ എന്ന്. ആലോചിക്കണം, പൂർണ്ണമായും തൻ്റെ ശരീരം മറയ്ക്കുക എന്ന ലക്ഷ്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏക വസ്ത്രം എന്നതെന്ന് പർദ്ദയാണ്. ആ വസ്ത്രം ധരിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ചോദ്യം ഇതിനേക്കാൾ മാന്യമായ വസ്ത്രം ധരിച്ചൂടെ എന്ന്. അപ്പോൾ മാന്യതയുടെ അളവുകോലായി കൊണ്ട് ഇവരൊക്കെ കാണുന്നത് എന്താണ്? ശരീരത്തെ പൂർണ്ണമായിട്ടും പിന്നെ പുറത്ത് കാണിക്കുന്ന, പരസ്യമാക്കുന്ന, വികൃതമാക്കുന്ന അത്തരം കാഴ്ചകളാണോ ഇവർ മാന്യതയുടെ കാര്യമായിട്ട് കാണുന്നത്? രണ്ടാമത് ഇയാൾ ചോദിക്കുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരും പിന്നെ മുസ്ലിങ്ങളല്ലേ ഇവരൊക്കെ, അവരൊന്നും ഇത്തരം വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾ മാത്രമാണ് ഈ ഒരു പർദ്ദയൊക്കെ ധരിച്ചു വരുന്നത്, നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളൊന്നും ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും മറയ്ക്കുന്ന ആളുകളല്ലല്ലോ എന്ന്. ആലോചിക്കണം, നമ്മുടെയൊക്കെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല സ്ത്രീകളും ഇന്ന് പൂർണ്ണമായും ഇസ്ലാം നിഷ്കർഷിക്കുന്ന വസ്ത്രധാരണത്തിലേക്ക് എത്താത്തതുകൊണ്ട് ഇസ്ലാമിക വസ്ത്രം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി അദ്ദേഹം ചോദിച്ചത്, ഇത് തീവ്രതയുടെ ഭാഗമല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് മുമ്പിൽ കുറച്ച് തീവ്രമായിട്ടുള്ള നിലപാടല്ലേ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമികമായ തൻ്റെ വസ്ത്രം ധരിക്കുന്നത് തൻ്റെ അവകാശമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വാതന്ത്ര്യം നൽകുന്നൊരു നാട്ടിൽ നമ്മളൊക്കെ ഉള്ളത്. പക്ഷെ അതിനെ പോലും തീവ്രതയുടെ ഒരു മുഖം നൽകിക്കൊണ്ട് പിന്നെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മാന്യതയുടെ വേഷമായുള്ള പർദ്ദയെ അത് മാന്യമല്ല എന്ന് ചിത്രീകരിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ഇങ്ങനത്തെ ഒരു വസ്ത്രമൊന്നും അല്ല ധരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ഒരു നോർമലായി എല്ലാവരും ധരിക്കുന്ന ഒരു വസ്ത്രം മാത്രം ധരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നാട്ടിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമികമായ വസ്ത്രവും ഇസ്ലാമികമായ വേഷവും ഇസ്ലാമികമായ സംസ്കാരവും പാലിക്കുക എന്നത് ഒരു തീവ്രതമായി കാണുന്ന ഇങ്ങനത്തെ ഒരു നാട്ടിൽ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഉപ്പയാവട്ടെ, ഒരു ഭർത്താവട്ടെ, ഒരു മകനാവട്ടെ, ഒരു ഭാര്യയാവട്ടെ, ഉമ്മയാവട്ടെ, ഒരു മകളാവട്ടെ, ഏതെല്ലാം റോളുകൾ നമുക്കുണ്ടോ അവിടെയൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാമികമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഉമ്മയും ഒരു മകളും ഒരു പെൺകുട്ടിയും പുറത്തു പോകാൻ പാടില്ല. നമ്മുടെ പിന്നെ വീടുകളിൽ ഒരു ഉപ്പയാവട്ടെ, മകനാവട്ടെ, മരുമകനാവട്ടെ, ആരായാലും ഇസ്ലാം നിഷ്കർഷിക്കുന്ന വേഷവിധാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റു രൂപത്തിലുള്ള വേഷങ്ങൾ ധരിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നില്ല എന്ന കാര്യം നാം വളരെ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വസ്ത്രധാരണം എന്നത് ഇസ്ലാം കണിശമായിക്കൊണ്ട് ഒരു ഓർഡർ ആയിക്കൊണ്ട്, ഒരു കൽപ്പനയായിക്കൊണ്ടാണ് നിഷ്കർഷിക്കുന്നത്. എല്ലാവരും എങ്ങനെയാണോ അതുപോലെ വസ്ത്രം ധരിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും തനിക്ക് എന്താണോ കംഫേർട്ട് അതനുസരിച്ച് വസ്ത്രം ധരിക്കാനല്ല ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ കാലം, പുതിയൊരു ട്രെൻഡ് എന്നനുസരിച്ച് കാലം മാറുന്നതനുസരിച്ച് കോലം മാറാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദീൻ. സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനം. ഒന്ന് ഒഴിവുണ്ടാകുമ്പോൾ നമ്മളൊക്കെ തുറന്നു നോക്കി നമ്മുടെ വീട്ടിലെ തഫ്സീർ തുറന്നു നോക്കി വായിക്കേണ്ട ഒരു വചനമാണ്. നമ്മൾ എങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടതെന്ന് കൃത്യമായി തന്നെ ഇസ്ലാം കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. അത് യാ അയ്യുഹൻ നബിയെ പുൽ, താങ്കൾ പറയുക എന്നൊരു കൽപ്പനയാണോ കാണാൻ സാധിക്കുക. ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടുമൊക്കെ നിങ്ങൾ കൽപ്പിക്കുക, പറയുക എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, നിങ്ങൾ താഴ്ത്തിയിട്ടുകൊള്ളണം. നിങ്ങളുടെ മേലുള്ള മേലാടകളെ നിങ്ങൾ താഴ്ത്തിയിട്ടുകൊള്ളണം. അത് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ താഴ്ത്തിയിട്ടുകൊള്ളണം. ദാലിക അദ്നാ, അതാണ് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളത്. അയ്യോ ഒറഫ്ന, അവരെ തിരിച്ചറിയുവാൻ ഏറ്റവും എളുപ്പം അതാണ്. ഫലായു ഉദൈൻ, അവർക്ക് ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ, അവർക്ക് ഏറ്റവും സംരക്ഷണം നൽകാൻ, അവർക്ക് സുരക്ഷ നൽകാനും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ തങ്ങളുടെ വസ്ത്രത്തെ താഴ്ത്തിയിടുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് വിവക്ഷകൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഈ രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം എന്നത് ഒരിക്കലും ഒന്നും പുറത്ത് കാണിക്കുന്നതല്ല, പൂർണ്ണമായിട്ടും മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറയ്ക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈയിടെ നമ്മളൊക്കെ ശ്രദ്ധിച്ച വാർത്തകളുണ്ടാവും. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും പുറത്തു കൊണ്ടുവരാണ്. പല റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ പലരുടെയും മുഖം ഇങ്ങനെ വികൃതമാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു.
സിനിമാ ഫീൽഡിലുള്ള ആളുകളൊക്കെ എന്തായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്? തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് സിനിമയിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് സ്ത്രീകൾ, തങ്ങളുടെ അല്പവസ്ത്രധാരികളായ അർദ്ധനഗ്നയായ സ്ത്രീകളൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്ന ആളുകൾ ഇപ്പോൾ തിരിഞ്ഞു പറയുകയാണ്, ഞങ്ങൾ അത്തരം വസ്ത്രമൊക്കെ ധരിച്ചതുകൊണ്ടും അത്തരത്തിലുള്ള സംസ്കാരത്തോട് പോയതുകൊണ്ടും ഞങ്ങൾക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരൊക്കെ എത്തി എന്നുള്ളതാണ്. ലൈംഗിക ചൂഷണങ്ങളാവട്ടെ, അതിക്രമങ്ങളാവട്ടെ, അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളാവട്ടെ, ഇതൊക്കെ വർദ്ധിച്ചു വരാനുള്ള പല കാരണങ്ങളും ഇന്ന് പിന്നെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രതികളായിട്ടുള്ളത് അവർ തന്നെയാണെന്ന് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്ന പേരിൽ അവരൊക്കെ സോക്കാൾഡ് സ്വാതന്ത്ര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതെല്ലാം ഇത്തരത്തിൽ സ്വന്തത്തിലേക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്നതാണ് എന്നവർ അന്ന് ആലോചിച്ചിരുന്നില്ല. സിനിമകളിലൂടെ അവരൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന അത്തരം അശ്ലീലമായ കാഴ്ചകൾ, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന അത്തരം അശ്ലീലതകളൊക്കെ അവർക്ക് നേരെ തന്നെ തിരിഞ്ഞു കുത്തുന്നതായിരുന്നു എന്നവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയും പുറത്തു വരാത്ത എത്രയോ റിപ്പോർട്ടുകൾ, ഇതൊരു കമ്മീഷൻ റിപ്പോർട്ട് മാത്രമാണ് വന്നത്. ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഇവരൊക്കെ മുന്നോട്ട് വന്നത് പരസ്യമായി ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സെലിബ്രിറ്റീസ് ഒക്കെ മുന്നോട്ട് വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത്തരം സെലിബ്രിറ്റീസ് ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണക്കാരായ യുവതി യുവാക്കളൊന്നും. നമുക്കൊരു പ്രശ്നം വന്നാൽ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ ചർച്ചയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ വസ്ത്രധാരണം കാരണം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അനിസ്ലാമികമായ വേഷവിധാനങ്ങൾ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ചർച്ചയ്ക്കൊന്നും ആരും ഉണ്ടാവില്ല. അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ട വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ വസ്ത്രധാരണത്തെയും നിഷ്കർഷകളെയും ഒക്കെ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഫെമിനിസ്റ്റുകളാവട്ടെ, യുക്തിവാദികളാവട്ടെ, ലിബറലുകളാവട്ടെ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം സ്ത്രീ എന്ന ഒരു വിഭാഗത്തെ ചരക്ക് വസ്തുവായിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരു സിഗരറ്റ് കമ്പനി എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ കാണാൻ നോക്കുന്ന, അതുപോലെ നോക്കിക്കാണുന്ന അവരുടെ നഗ്ന ചിത്രങ്ങളാവട്ടെ, അവരുടെ പരസ്യങ്ങളാവട്ടെ, അവരുടെ ശരീരമാവട്ടെ, ഇതൊക്കെ വിൽപ്പന ചരക്കാക്കി മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്ന കോസ്മെറ്റിക് ഇൻഡസ്ട്രികളെ പറ്റി പറയാറുണ്ട്. കോസ്മെറ്റിക്സ് എന്നാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഇന്ന് ഏറ്റവും അധികം പ്രാബല്യത്തിൽ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും സ്തബ്ധരായി നിന്നിരുന്ന ആ കൊറോണ വന്ന സമയത്ത് ഈ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷക്കാലം കൊണ്ട് കോസ്മെറ്റിക് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ വിഭാഗം, അവർക്ക് ആ കുത്തക തൊഴിൽ മുതലാളിമാർക്കെല്ലാം 20 മുതൽ 30% അവരുടെ പിന്നെ പ്രൊഡക്റ്റുകളിൽ നഷ്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. 20-30% ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടായിരുന്നത്? ഒന്ന്, സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. 2, പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ മാസ്ക് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു സമയകാലം കൊണ്ട് 20-30% അവർക്ക് നഷ്ടം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നാളെ ചോക്കണം, ഇപ്പോൾ അതൊക്കെ വീണ്ടും അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഈ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആളുകൾ വേറെ കുറേ ഉണ്ട്. സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ യാഥാർത്ഥ്യമാണതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് പലപ്പോഴും 3 രൂപത്തിലാണ്. ഒന്ന്, വ്യക്തിഗതമായ രൂപത്തിൽ ഇതിനൊക്കെ പരിഹാരം കാണാൻ പലരും ആഗ്രഹിക്കുന്നത്. തങ്ങൾക്ക് ഞാൻ എന്താണോ അതിന് പരിഹാരമായി കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരമെന്നും, എൻ്റെ കാഴ്ചപ്പാട് മാറിയാൽ എല്ലാത്തിനും പരിഹാരമാവും. സ്ത്രീകൾ കുറച്ചുകൂടി ബോൾഡ് ആവണമെന്നൊക്കെ അവർ പറയും. 2ാമത്തെ കൂട്ടം ആളുകൾ പറയുന്നത് നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആക്കിയാൽ മതി. 3ാമത്തെ കൂട്ടം ആളുകൾ പറയുന്നത് പ്രായോഗികമേ അല്ലാത്ത പരിഹാരങ്ങളാണ്, വിവാഹമാണ് എല്ലാത്തിനും പ്രശ്നം. വിവാഹത്തിനൊന്നും ആവശ്യമില്ല, ലിവിങ് ടുഗദറാണ് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത്. ബെസ്റ്റി സൗഹൃദങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരണമെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ക്യാമ്പയിനുകൾ കാണാൻ കഴിയും. നാം മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അപ്രായോഗികമായ, അശാസ്ത്രീയമായ, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരം പരിഹാരങ്ങൾ, ഇതൊക്കെ ഇത്തരം പരിഹാരങ്ങളിലേക്ക് പോയിട്ടുള്ള ഒട്ടനവധി രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അമേരിക്കയെ പോലുള്ള, യൂറോപ്പിനെ പോലുള്ള രാജ്യങ്ങൾ സെക്ഷൽ റെവല്യൂഷനൊക്കെ ശേഷം അവിടെ ഉണ്ടാകുന്ന അരാജകത്വങ്ങളുടെയും ലൈംഗിക ചൂഷണങ്ങളുടെയൊക്കെ കണക്കുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും പല വായനകൾ നമുക്ക് വിധേയമാക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ, കുട്ടികൾ പോലും ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടായി വരികയാണ്. തങ്ങളെ നോക്കാൻ ആരുമില്ലാത്ത കുട്ടികളുണ്ടായി വരിക. ഇതൊക്കെ ഇതിൻ്റെ ഒരു അനന്തരഫലമാണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പരിഹാരം എന്നത് അത് ഇസ്ലാം തന്നെയാണ്, അത് ഇസ്ലാം മാത്രമാണ്. ഇത് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഇസ്ലാം എന്ന ഈ ഒരു ആശയ സംഹിത, ഈ ഒരു ധർമ്മ സംഹിത ഇത് മുന്നോട്ട് വയ്ക്കുന്നത്, ഇത് അള്ളാഹുവാണ് നമുക്ക് ഈ നിയമങ്ങളും നിഷ്കർഷകളും ഒക്കെ നമുക്ക് ഇറക്കി തന്നത് എന്നുള്ളതാണ്. ഇത് ഇന്നും എവിഡൻ്റ് ആയിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം ഇപ്പോഴും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ്. ഒന്ന് ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ പലപ്പോഴും ഇത്തരത്തിൽ ആളുകൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട 5 നിയമങ്ങൾ നമ്മളെല്ലാവരും വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു സംസാരം കേൾക്കുന്ന സ്ത്രീകൾ. ഒന്നാമതായിക്കൊണ്ട് വസ്ത്രധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അത് നഗ്നത മറയ്ക്കുക എന്നതാണ്.
നഗ്നത മറയ്ക്കുക എന്നതിന് ശേഷമാണ് അത് നിങ്ങൾക്ക് കുറച്ച് അലങ്കാരമായി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനർത്ഥം അലങ്കാരമല്ല എന്നല്ല, അലങ്കാരമാവാം, പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ നഗ്നത പൂർണ്ണമായും മറയ്ക്കുന്നതായിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും അത് എല്ലായ്പ്പോഴും അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറയ്ക്കാൻ നിർബന്ധിതരാണ്. അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുട്ടിനും പൊക്കിലും ഇടയിൽ എല്ലാ ഭാഗവും എപ്പോഴും മറക്കേണ്ടതാണ്. അത് ഏത് സാഹചര്യത്തിലാവട്ടെ. ഇതെല്ലാം മറച്ചില്ലെങ്കിൽ എന്താ എന്നാണ് ചോദ്യം. അതിനുള്ള ഏറ്റവും വ്യക്തമായ ഉത്തരം ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീകൾ ഇത് മറച്ചിട്ടില്ല എങ്കിൽ അവരെ നരകത്തിലേക്ക് എത്തിക്കാൻ ഇത് കാരണമാവുമെന്ന് ഒന്നാമതായി ഹദീസുകൾ കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുമെന്ന് കാണാൻ സാധിക്കും. ഇത് നിഫാഖിൻ്റെ ഭാഗമാണ്, ഇത് കാപട്യമാണ് എന്ന് കാണാൻ സാധിക്കും. നാലാമതായിക്കൊണ്ട് ഇത് ജാഹിലിയത്തിൻ്റെ ഭാഗമാണ്. ഇത് അന്നത്തെ കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്ന 7-ാം നൂറ്റാണ്ടിലെ കാലത്തുള്ള അറേബ്യയിലെ ജാഹിലിയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും വസ്ത്രം പൂർണ്ണമായും മറയ്ക്കാതിരിക്കുക എന്നത് ഇന്ന് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മുടെ വസ്ത്രധാരണത്തെ ഇസ്ലാമികമാക്കാൻ നമുക്ക് പൂർണ്ണമായ കൽപ്പന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലൊരു കൽപ്പനയുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വസ്ത്രം അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമ്മുടെ വസ്ത്രധാരണം കണ്ടുകൊണ്ടാണ് പലപ്പോഴും നാം എന്ന മുസ്ലിമിനെ മറ്റൊരു മതത്തിലുള്ള ആളുകളും മറ്റു വിഭാഗക്കാരും ഒക്കെ ചിത്രീകരിക്കുന്നത്. അവൻ്റെ വസ്ത്രധാരണം എങ്ങനെയാണ്, അവളുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അതായിരിക്കും യഥാർത്ഥ ഇസ്ലാം എന്നായിരിക്കും പലപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും അധികം സുരക്ഷ നൽകുന്നതും ഈ വസ്ത്രധാരണം തന്നെയാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാം മറയ്ക്കുക എന്ന വസ്ത്രധാരണം അവർക്ക് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും ഒരു കവചവും അത് മറ്റൊന്നിനും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കൽപ്പന, സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒരു നിലയ്ക്കും കാണിക്കാൻ അവർക്ക് അനുവാദമില്ല, അവകാശമില്ല. തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒഴികെ, തനിക്ക് വിഹിതമാക്കപ്പെട്ട തൻ്റെ ഇണയായ തൻ്റെ ഭർത്താവിന് മുമ്പിൽ ഒഴികെ തൻ്റെ സൗന്ദര്യം ഒരു നിലയ്ക്കും കാണിക്കാൻ പാടില്ല. അതിന് പലപ്പോഴും പുരികം പ്ലക്ക് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും. മൂക്ക് കുത്തുന്ന, അതൊരു ട്രെൻഡിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന, പല്ല് രാകുന്ന, നഖം നീട്ടി വളർത്തുന്ന, ഇങ്ങനെ പുതിയ പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് ഒപ്പിച്ചു പോകുന്ന പല സ്ത്രീകളെയും കാണാൻ സാധിക്കും. സ്ത്രീകളോട് സുഗന്ധം പൂശാൻ പാടില്ല എന്ന കൽപ്പന ഇസ്ലാമിലുണ്ട്. ഈ രൂപത്തിൽ പുരുഷന്മാരെ സ്വാധീനിക്കുന്ന, അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന, അവർക്ക് ലോലമായി സംസാരിക്കുന്ന എല്ലാ അടവുകളും അത്തരം വിഷയങ്ങളൊക്കെ ഇസ്ലാം പൂർണ്ണമായിട്ടും അവരോട് ഒഴിവാക്കാൻ വേണ്ടി നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയാണോ സ്ത്രീ പുരുഷന്മാർ കലരുന്നത്, മിക്സിംഗ് ഉണ്ടാവുന്നത്, അവിടെ നിന്നെല്ലാം മാറി നിൽക്കാനും, ഒരു സ്ത്രീയും ഒരു പുരുഷനും അന്യസ്ത്രീയും അന്യപുരുഷനുമാണെങ്കിൽ അവർ ഒറ്റയ്ക്കാവാൻ പാടില്ല. മൂന്നാമതായിക്കൊണ്ട് പിശാച് അവിടെ ഉണ്ടാവുന്ന കൽപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അങ്ങനെ ഒറ്റയ്ക്കാവുന്ന, അവരെ സ്പർശിക്കാൻ പോലും പാടില്ല എന്ന് പലപ്പോഴും നിഷ്കർഷിക്കുന്ന ആ രൂപത്തിലുള്ള സൂക്ഷ്മത നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണ്. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് 3 കൽപ്പനകളാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക. ഒന്ന്, അവരുടെ ശരീരം പൂർണ്ണമായും മറയുന്നതായിരിക്കണം. 2, അത് ഇറുകിയതോ ഒട്ടിപ്പിടിക്കുന്നതോ ആവാൻ പാടില്ല. തൻ്റെ ശരീരത്തിൻ്റെ നിന്നോന്നതകളെല്ലാം പുറത്തു കാണുന്ന രൂപത്തിൽ ഒട്ടിപ്പിടിച്ച് ഇറുകുന്ന വസ്ത്രം ഒരിക്കലും സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. 3, നേർത്തതോ ലൈറ്റായതോ തൻ്റെ അടിവസ്ത്രം പുറത്തു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. ഇത് 3ഉം ഗൗരവകരമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഒന്ന് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ മറ്റൊരാൾ കണ്ട് നമ്മുടെ ഭർത്താവിനോട് ചോദിച്ച് ഈ വസ്ത്രം ഓക്കെ ആണോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു വേണം സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പല പ്രയാസങ്ങളും അവരെ നേരിടുന്നുണ്ട്. അത് ഈ ഭൂമിയിലും പരലോകത്ത് നമുക്കൊക്കെ വലിയ വിനയായി മാറുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. 5ാമത്തെ ഒരു കൽപ്പന, പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. പുരുഷന്മാർക്കും സ്ത്രീകളെ പോലുള്ള വസ്ത്രം ധരിക്കാൻ പുരുഷന്മാർക്കും അനുവാദമില്ല. ഇന്ന് പലപ്പോഴും നേരെ തിരിച്ചാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലത്ത് എല്ലാവർക്കും ഏത് വസ്ത്രവും ധരിക്കാം എന്ന് അതിനുവേണ്ടി ക്യാമ്പയിൻ നടക്കുന്ന ഒരു സമയമാണ്. പണ്ടൊക്കെ പർദ്ദയ്ക്കുള്ളിൽ ജീൻസ് ധരിക്കാൻ അനുവാദം ഉണ്ടോ എന്ന് സ്ത്രീകൾ ചോദിച്ചിരുന്നത്, പർദ്ദയ്ക്കുള്ളിൽ ടീഷർട്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നത്. ഇന്നത് മാറി, പർദ്ദയിൽ നിന്ന് മാറി പലപ്പോഴും ഈ പാൻറ്റുകൾ ഇട്ട്, ചുരിദാറും മറ്റ് പാൻറ്റുകളൊക്കെ ഇട്ട് ഇങ്ങനെ തൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ, അതിൻ്റെ സൗന്ദര്യത്തെ പുറത്തു കാണിക്കുന്ന രൂപത്തിൽ ഇന്നത്തെ ഒരു വസ്ത്രധാരണവും നമ്മുടെ രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഈ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ മാത്രം വരുമ്പോൾ നമ്മൾ ഗൗരവകരമായി ശ്രദ്ധിക്കുക. നമ്മുടെ വസ്ത്രവും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ വസ്ത്രം പോലും, നമ്മുടെ മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഇണയാവട്ടെ, തുണയാവട്ടെ, ഒരിക്കലും ഇസ്ലാമികമായ കൽപ്പനകൾക്ക് വിരുദ്ധമാവുന്നില്ല എന്ന കാര്യം പൂർണ്ണമായും ഉൾക്കൊള്ളുക. അതിൽ മാത്രമാണ് നമുക്കൊക്കെ മോക്ഷമുള്ളതെന്ന് തിരിച്ചറിയുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ, ഇസ്ലാമിൻ്റെ ധാർമ്മികമായ ദൈക്ഷണികമായ പല വശങ്ങളും അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെന്ന നിലയ്ക്ക് നാം അറിഞ്ഞ് ഉൾക്കൊണ്ട് പാലിക്കുമ്പോൾ യാതൊരു നിലയ്ക്കുള്ള വീഴ്ചകൾ നമുക്ക് സംഭവിക്കില്ല. നമ്മുടെ കുടുംബത്തിലാവട്ടെ, നമ്മുടെ മക്കളുടെ വിഷയത്തിലാവട്ടെ, നമ്മുടെ ഭാര്യമാരുടെ വിഷയത്തിലാവട്ടെ, തിരിച്ച് ഭർത്താക്കന്മാരുടെ വിഷയത്തിലാവട്ടെ, ഇസ്ലാമികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണോ നമ്മുടേത് എങ്കിൽ യാതൊരു പിഴവുകളും നമുക്ക് സംഭവിക്കുകയില്ല. അത് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ കാര്യമാവട്ടെ, നാളെ മരണശേഷമുള്ള പരലോകത്തിൻ്റെ വിഷയത്തിലാവട്ടെ, ഇസ്ലാമിക മൂല്യങ്ങൾ അത് സമ്പൂർണ്ണമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യാതൊന്നും പുതിയതായി ഇസ്ലാമിലേക്ക് ഈ ദീനിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിധിവിലക്കുകളും അത് സമ്പൂർണ്ണമായി നമുക്കെല്ലാം അവതരിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന സ്റ്റാൻഡ് എടുക്കാൻ, നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. എവിടെയാണ് നമ്മുടെ അതിർവരമ്പുകളുള്ളത്, എവിടെയാണ് നമ്മുടെ അതിരുകളുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിൽക്കാനും അതിനപ്പുറമെല്ലാം നമുക്ക് ഹറാമാണെങ്കിൽ അത് ഹറാമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഹറാമുകളിലേക്ക് പോവാതെ അതിൻ്റെ സാധ്യതകളെ പോലും ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാനുണ്ട്. ഇസ്ലാമിക നിയമങ്ങളെ അത്തരത്തിൽ സമ്പൂർണ്ണമായ ഇസ്ലാമിക നിയമങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ അത് കാലികമാണ്. ഏത് കാലത്തിനനുസരിച്ചും പുതിയ കാലം മാറുമ്പോൾ പുതിയ ട്രെൻഡ്, പുതിയ റൂളുകൾ എന്ന രൂപത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ ഒരു നിലയ്ക്കും മാറുകയില്ല. എത്ര തന്നെ കാലം മാറിയാലും ഇസ്ലാമികമായ നമ്മുടെ വസ്ത്രധാരണമാവട്ടെ, നമ്മുടെ വേഷവിധാനങ്ങളാവട്ടെ, നമുക്കുള്ള ആജ്ഞാനിർദ്ദേശങ്ങളാവട്ടെ, അതിന് യാതൊരു നിലയ്ക്കുള്ള മാറ്റങ്ങളും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഇസ്ലാമിക നിയമങ്ങൾ എന്നത് അത് സമഗ്രമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോരോ ചെറിയ കാര്യങ്ങളും, നിസ്സാരമായി നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾ മുതൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം എന്ന് പറയുന്നത് മുതൽ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിലപാടുകളെ പോലും സ്വാധീനിക്കുന്ന രൂപത്തിൽ ഇസ്ലാമികമായ കൽപ്പനകൾ ഉണ്ടാകുമ്പോൾ അത് സമഗ്രമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകളെ നെഞ്ചോട് ചേർക്കാൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇസ്സത്തോടുകൂടി ഞാൻ ഒരു വസ്ത്രധാരണം ധരിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമികമായി എൻ്റെ ഒരു വസ്ത്രധാരണം മാത്രം എടുക്കുകയാണെങ്കിൽ കാല് പുറത്ത് കാണിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ സോക്സ് ധരിക്കണം എന്നുള്ള ബോധ്യം അതുണ്ടാവണമെങ്കിൽ ഈ നിയമങ്ങളെല്ലാം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന ചിന്ത ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും പള്ളിയിലേക്ക് വരുന്ന ഒരു കോലത്തിലും പിന്നെ കല്യാണത്തിനും ഫംഗ്ഷന് പോകുന്നത് മറ്റൊരു രൂപത്തിലുമായിരിക്കും. ഇതൊരിക്കലും നമുക്കുണ്ടാവേണ്ടതല്ല. നമുക്കുണ്ടാവുന്ന നിഫാഖിൻ്റെ ഒരു അടയാളമാണ്, കാപട്യത്തിൻ്റെ അടയാളമാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോപം നമ്മളിലുണ്ടാവും. നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്ക് തീരാ നഷ്ടമായിരിക്കും അത് സമ്മാനിക്കുക. സഹോദരങ്ങളെ, പരലോകം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു ഖുത്ബയിൽ ഒരുമിച്ച് കൂടാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നാളെ നമ്മളെല്ലാവരും മരണപ്പെടണമെന്നും അതിനുശേഷം പരലോകമുണ്ട് എന്നും നമ്മുടെ കർമ്മങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നും അത് മറനീക്കിയെല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുമെന്നും ശേഷം കർമ്മങ്ങളെ കൃത്യമായി വിചാരണ ചെയ്യപ്പെട്ട് തൂക്കി നോക്കുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗവും നരകവും ഉണ്ട് എന്നും ചിന്തിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, അത് പൂർണ്ണമായി മനസ്സിലാക്കിയ ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. ആ സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഒരു ഇഞ്ച് വിടാതെ നമ്മളെല്ലാം പാലിക്കാൻ നിർബന്ധിതരാണ്. അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ. വസ്ത്രധാരണ വീണ്ടും ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയെല്ലാമാണോ നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നത് നമുക്കറിയാം. അത് എല്ലാവരും എങ്ങനെ പോകുന്നു എന്നനുസരിച്ച് ഒപ്പിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും നമ്മൾ പാടില്ല. നമുക്ക് കൃത്യമായ നിലപാടുകൾ ഇസ്ലാമിൻ്റെ ഓരോരോ വിഷയങ്ങളും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. നിങ്ങൾ ചോദിക്കൂ, ഇതിനപ്പുറത്ത് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നതെങ്കിൽ ആ വസ്ത്രധാരണം അവർക്ക് നൽകുന്ന എത്ര പുണ്യങ്ങളുണ്ട്. ആ വസ്ത്രം ധരിച്ചതിന് ശേഷം അത് അഴിക്കുന്നത് വരെ അവർക്ക് പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം എത്രത്തോളം വിശാലമാണ് ഇസ്ലാം. ഇങ്ങനെ നോക്കിക്കാണാനും ഇസ്ലാമിക മൂല്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് വലിയ ഉപകാരങ്ങൾ നൽകുമെന്ന ചിന്ത നമുക്ക് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, ഉപ്പമാരാവട്ടെ ഉമ്മമാരാവട്ടെ, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ചും പുതിയൊരു തലമുറ നേരത്തെ പറഞ്ഞതുപോലുള്ള പല അജണ്ടകളിലും കുരുങ്ങിപ്പോകുന്ന, പല വലകളിലും അവരൊക്കെ തടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും, ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ഉമ്മയുടെ വസ്ത്രം കണ്ടാണ് കുട്ടി വളരുന്നതെന്നും ഉപ്പ എങ്ങനെയാണ് പള്ളിയിൽ പോകുന്നതെന്ന് കണ്ടുകൊണ്ടാണ് സ്വന്തം മക്കൾ വളരുക എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സ്വയം മാതൃകയായിക്കൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സമ്പൂർണ്ണമായി ഇസ്ലാമിനനുസരിച്ച് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന നല്ല കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബത്തെ കൺകുളിർമുള്ള കുടുംബമാക്കി അള്ളാഹു നമുക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു പുറത്ത് അവരുടെ ഖബറിടം വിശാലമാക്കി നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസിർ ഇഖ്വാനന അൽ മുജാഹിദീന ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസിർ ഇഖ്വാനന അൽ മുജാഹിദീന ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസിർ ഇഖ്വാനന അൽ മുജാഹിദീന ഫിൽ ഫിലസ്തീൻ. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.